ഇനിയൊരു ആലിംഗനത്തിൻ്റെ വാർത്തയാണ്. ഒരു കെട്ടിപ്പിടുത്തത്തിൻ്റെ, ഒരു പുണരലിൻ്റെ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ നേതാവും പരസ്പരം കണ്ടപ്പോൾ ആലിംഗനം ചെയ്തു. ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു അതിൻ്റെ. ഇറ്റലിയിലെ അപുലിയിൽ വെച്ച് നടക്കുന്ന G7 ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഒരു ആലിംഗനം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ പേജിലൂടെയാണ് ഈ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഉച്ചകോടിക്കിടെ മാർപ്പാപ്പയുമായി പ്രത്യേക ഒരു കൂടിക്കാഴ്ച പ്രധാനമന്ത്രി നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു കൂടിക്കാഴ്ചകളുടെ സാധ്യതയും കൂടി വരുന്നുണ്ട്. എന്തായാലും 2021 ഒക്ടോബറിലാണ് അവസാനമായി പ്രധാനമന്ത്രി മാർപ്പാപ്പയെ സന്ദർശിച്ചത്. അതിനുശേഷം ഇപ്പോഴാണ് ഈ G7 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനിൽ വെച്ചാണ് ഇപ്പോൾ മാർപ്പാപ്പയുമായി പ്രധാനമന്ത്രി പിന്നീട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് എത്തിയിരിക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട കാര്യം, ഈ സെഷനിൽ, അതായത് നിർമ്മിത ബുദ്ധിയുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള സെഷനിലാണ് G7 ഉച്ചകോടിയിൽ G7 നേതാക്കളുമായി മാർപ്പാപ്പ ചർച്ച നടത്തുന്നത്. എന്തായാലും ആ ചർച്ചയ്ക്കൊപ്പം തന്നെ ഈ ആഗോള സംഘർഷങ്ങളെല്ലാം തന്നെ ഒരു രൂക്ഷമായ സാഹചര്യത്തിൽ അതിൽ ഒരു സമാധാനത്തിലുള്ള അഭ്യർത്ഥനയും മാർപ്പാപ്പയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ G7 നേതാക്കൾ അഭിസംബോധന ചെയ്യുന്ന ആദ്യത്തെ മാർപ്പാപ്പയാണ് പോപ്പ് ഫ്രാൻസിസ് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ആ രീതിയിൽ അതും ഏറ്റവും പ്രത്യേകതയെന്നും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും G7 നേതാക്കളെ ഒരു ചർച്ചകളെല്ലാം തന്നെ അവിടെ തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക ക്ഷണിതാവായി തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ, യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമർ സെലൻസ്കി അടക്കമുള്ള രാഷ്ട്രീയ തലവന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പ്രതിരോധം അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു കൂടിക്കാഴ്ച നടത്തി ചർച്ചകളെല്ലാം തന്നെ നടത്തിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഇന്ത്യ ഫ്രാൻസും തമ്മിലുള്ള ബന്ധം അതോടൊപ്പം തന്നെ ശക്തിപ്പെടുത്തുമെന്ന് ഇമാനുവൽ മക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി പ്രതികരിച്ചിരുന്നു. അദ്ദേഹം അക്കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. എന്തായാലും മേക്ക് ഇന്ത്യ പദ്ധതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിരോധ തലത്തിലടക്കം പുതിയ പദ്ധതികളെല്ലാം തന്നെ ആവിഷ്കരിക്കുമെന്ന ഒരു പ്രതികരണമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. കൂടുതൽ ശക്തമാക്കുമെന്നാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബ്രിട്ടനുമായുള്ള സഹകരണം മൂന്നാം ഇന്ത്യ സർക്കാരിൻ്റെ കാലത്ത് കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിട്ടുണ്ട്. സെമി കണ്ടക്ടർ അതോടൊപ്പം തന്നെ നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ കൂടുതൽ സഹകരണം ഉണ്ടാക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും G7 രാജ്യങ്ങളായ കാനഡ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, ബ്രിട്ടൻ, US എന്നിവയുടെ ഭരണാധികാരികളും അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയന്റെ സാരഥികളുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്.